Dear students, today we are going to discuss about the computation of annual value of let out house property in 5 different cases. They are let out house property let out for part of the year because it is constructed in the previous year. 2. Let out house remaining vacant. Third one, the construction of house property is completed in the previous year and vacant for part of the previous year. Fourth one, the house property is not vacant but there is unrealized rent. And fifth and last one, house property is vacant for part of the year and there is unrealized rent. എന്നിങ്ങനെയുള്ള 5 വ്യത്യസ്ത സിറ്റുവേഷനിൽ let out house propertyയുടെ annual value compute ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആദ്യത്തെ കേസ് ഒന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് കേസ്? House let out for part of the previous year because it is constructed during the previous year. ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ annual value compute ചെയ്യുക? ഒന്നുമില്ല, വെരി സിമ്പിൾ. എന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് ദി എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദി പീരീഡ് ഫോർ വിച്ച് ഇറ്റ് ഈസ് ഇൻ എക്സിസ്റ്റൻസ്. ഹൗസ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയ ഡേറ്റ് മുതൽ ആ വർഷം ആ പ്രീവിയസ് ഇയറിന്റെ അവസാനം വരെയുള്ള കാലയളവിലേക്കുള്ള എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദി പീരീഡ് for which it is in existence. അത് കണ്ടുപിടിക്കുക. ഓക്കെ, then find the actual rent. അതായത് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള പീരീഡിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ആക്ച്വൽ റെന്റ് അല്ലെ കിട്ടേണ്ട ആക്ച്വൽ റെന്റ് പരിഗണിക്കുക. ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാം. GAV is equal to expected rental value or actual rent whichever is more. ഓക്കെ, അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഇനി ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ മസ്റ്റ് ബി ഡിഡക്റ്റഡ്. ദെൻ വി ഗെറ്റ് നെറ്റ് ആനുവൽ വാല്യൂ. ഓക്കെ, ഇതാണ് പ്രൊസീജിയർ. വെരി സിമ്പിൾ. നമുക്ക് ഈ പ്രൊസീജിയർ ഒന്നും കൂടെ മനസ്സിലാവും. അതായത് പ്രീവിയസ് ഇയറിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്യുന്നു. അങ്ങനെ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. From the following information, compute annual value of the property for the assessment year 2020-21. ഇവിടെ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസസ് തന്നിരിക്കുന്നു. അതിൽ 5ാമത്തെ കേസ് മാത്രമാണ് നമ്മുടെ ഇപ്പം നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ളത്. ബാക്കി 4 നമ്മൾ നേരത്തെ പഠിച്ച കേസ് തന്നെയാണ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന കേസസ്. എന്താ നോക്കൂ, 5ാമത്തെ കേസിലാണ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ 1 ഒക്ടോബർ 2019 എന്ന് തന്നിരിക്കുന്നു. ഓക്കെ, ബാക്കി 4 കേസുകളിലും അതിനെത്രയോ മുമ്പേ തന്നെ ഹൗസ് കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയറിലല്ല കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ആക്ച്വൽ റെന്റ് എന്ന് കാണുന്നുണ്ട്. എല്ലാ കോളത്തിലും ആക്ച്വൽ റെന്റ് കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അർത്ഥം. അപ്പോൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കാണേണ്ടത്. അതിൽ 5ാമത്തെ കേസിൽ ആ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടി പ്രീവിയസ് ഇയറിൽ കൺസ്ട്രക്ട് ചെയ്തതാണ്. അപ്പോൾ ആദ്യത്തെ 4 കേസും നേരത്തെ നമ്മൾ പഠിച്ചത് തന്നെ. എളുപ്പത്തിൽ ഞാനൊന്ന് പറയാം. ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യം ഫെയർ റെന്റൽ വാല്യൂവും മുനിസിപ്പൽ റെന്റൽ വാല്യൂവും കമ്പയർ ചെയ്ത് ഏതാണോ കൂടുതലുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കും. എന്നിട്ട് അതിനുശേഷം റെന്റ് കൺട്രോൾ ആക്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ് എങ്കിൽ സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ് റെന്റും ഇതിൽ കൂടുതലുള്ള നേരത്തെ കണ്ടുപിടിച്ച ആ എമൗണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കുറവുള്ളതാണ് എടുക്കേണ്ടത്. ആ കുറവുള്ളതിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ 30,000 25,000 കമ്പയർ ചെയ്യുന്നു. കൂടുതലുള്ളത് ഏതാണ്? ഈ 30,000 ആണ്. ശരിയല്ലേ? ഇവിടെ സ്റ്റാൻഡേർഡ് റെന്റ് അപ്ലിക്കബിൾ അല്ല, അതുകൊണ്ട് 30,000 തന്നെയാണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ. ഓക്കെ, ഈ 30,000 എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂവും
റെന്റ് റിസീവ്ഡ്, അതായത് ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ ഡിഫാക്റ്റോ റെന്റ്, അതും തമ്മിൽ കമ്പയർ ചെയ്യണം. എന്നിട്ട് ഏതാ കൂടുതലുള്ളത് അതാണ് പരിഗണിക്കാൻ. 30,000 28,800 കൂടുതലുള്ളത് 30,000 ആ 30,000 പരിഗണിക്കേണ്ടത്. അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ആ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണർ 2,500 must be deducted. അപ്പോൾ 30,000-ൽ നിന്ന് 2,500 ലെസ് ചെയ്ത് 27,500 ആണ് നെറ്റ് ആനുവൽ വാല്യൂ വരുന്നത്. ക്ലിയർ? നമുക്ക് സെക്കൻഡ് കേസ് ഒന്ന് നോക്കൂ. 25,000 27,000 ടേക്ക് ദി ഹയർ, ഏതാ വരിക? 27,000 വരും. ഓക്കെ, ഇവിടെയും സ്റ്റാൻഡേർഡ് റെന്റ് വരുന്നില്ല. അപ്പോൾ 27,000 തന്നെയാണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ. ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 30,000. അപ്പോൾ ഇതാണ് കൂടുതലുള്ളത്, 30,000 ആണ് എടുക്കേണ്ടത്. ഈ 30,000-നെ GAV ഓർ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് വിളിക്കും. ഗ്രോസ് ആനുവൽ വാല്യൂ 30,000-ൽ നിന്ന് 5,400 മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുക. അപ്പോൾ 24,600 ആണ് NAV വരിക, നെറ്റ് ആനുവൽ വാല്യൂ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. തേർഡ് കേസ് നോക്കൂ. 28,000 ആണ് FRV, 29,000 ആണ് MRV. ടേക്ക് ദി ഹയർ 29,000. ഓക്കെ, ഇവിടെയും സ്റ്റാൻഡേർഡ് റെന്റ് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ 29,000 തന്നെയാണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ അല്ലെങ്കിൽ ERV എന്ന് പറയുന്നത്. ഇതും ആക്ച്വൽ റെന്റും തമ്മിൽ കമ്പയർ ചെയ്യുക. എന്നിട്ട് ഏതാ കൂടുതലുള്ളത് അത്. അപ്പോൾ ഇവിടെ 27,600-ഉം 29,000-ഉം whichever is higher എന്ന് പറയുമ്പോൾ 29,000. This 29,000 is the gross annual value and deduct 5,800 from gross annual value to obtain what? Net annual value. അപ്പോൾ 29,000 minus 5,800 ആണ് വരിക. 29,500 800 മൈനസ് ചെയ്ത് 23,200 ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഫോർത്ത് കേസ് ഒന്ന് നോക്കാം. ഫോർത്ത് കേസിൽ എന്താ പ്രത്യേകത? ഫെയർ റെന്റൽ വാല്യൂ തന്നിട്ടില്ല, അതില്ല. മുനിസിപ്പൽ വാല്യുവേഷൻ 25,000 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മുനിസിപ്പൽ റെന്റൽ വാല്യൂ, ഫെയർ റെന്റൽ വാല്യൂ വിച്ചെവർ ഈസ് ഹയർ മസ്റ്റ് ബി ടേക്കൺ എന്ന് പറഞ്ഞാൽ ഇവിടെ മുനിസിപ്പൽ വാല്യുവേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് 25,000 എടുക്കുക. ഓക്കെ, സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുണ്ട്. മീൻസ് റെന്റ് കൺട്രോൾ ആക്ട് ഈസ് അപ്ലിക്കബിൾ ടു ദിസ് പെർട്ടിക്കുലർ പ്രോപ്പർട്ടി HP4. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടി 4-ന് റെന്റ് കൺട്രോൾ ആക്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. അങ്ങനെയാവുന്ന സമയത്ത് ഈ 24-ഉം 25-ഉം കമ്പയർ ചെയ്തിട്ട് ഈ റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം ബാധകമായിട്ടുള്ള റെന്റിൽ കൂടുതലാകാൻ പാടില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് 24,000 ആണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ വരിക. 24,000-ഉം ആക്ച്വൽ റെന്റ് റിസീവ്ഡ് 30-യും കമ്പയർ ചെയ്ത് ഏതാ കൂടുതലുള്ളത് എടുക്കുക. അപ്പോൾ 30,000 ആണ്. റെന്റ് പെയ്ഡ്, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് നില്ലാണ്. അതുകൊണ്ട് ആ 30,000 തന്നെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ, നെറ്റ് ആനുവൽ വാല്യൂ. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ പഠിച്ച ഫിഫ്ത്ത് കേസാണ്. ഫെയർ റെന്റൽ വാല്യൂ തന്നിട്ടില്ല, മുനിസിപ്പൽ റെന്റൽ വാല്യൂ 26,000 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 26,000 തന്നെയാണ് എടുക്കേണ്ടത്. ഓക്കെ, മറ്റൊരു പ്രത്യേകത ഇവിടെ റെന്റ് റിസീവ്ഡ് 2,000 പെർ മന്ത് ആണ്. സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്റ്റാൻഡേർഡ് റെന്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? FRVയും MRVയും കമ്പയർ ചെയ്തിട്ട് ഹയർ ആയിട്ടുള്ള എടുക്കും. അപ്പോൾ ഇവിടെ 26,000 ഇത് സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കൺട്രോൾ ചെയ്തിട്ട് കുറവുള്ളത് എടുക്കും. അപ്പോൾ 26-ഉം 27-ഉം കമ്പയർ ചെയ്ത് കുറവുള്ള 26,000 എടുത്തു. ഓക്കെ, റെന്റ് റിസീവ്ഡ് 2,000 പെർ മന്ത് ആണ്. പക്ഷേ ഇവിടെ ഹൗസ് construction was completed, house was completed in 1st October 2019 ആണ്. അപ്പോൾ the period for which the house property came into existence എന്ന് പറയുന്നത് എന്താണ്? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 6 months പീരീഡിലാണ്. ആ 6 months പീരീഡിലേക്ക് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ പുറത്തു കൊണ്ടുവരണം. അപ്പോൾ 26,000 ആയിരുന്നു എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ. റെഡ്യൂസ് ദിസ് 26,000 ഫോർ എ പീരീഡ് ഓഫ് 6 months. മീൻസ് 26,000 into 6/12. അപ്പോൾ 13,000 വരും. 13,000-ഉം ആക്ച്വൽ റെന്റ് എത്രയാണ് വരിക? 2,000 പെർ മന്ത് എന്ന് പറഞ്ഞാൽ 6 months പീരീഡിലേക്ക് 12,000 വരും. അപ്പോൾ 13-ഉം 12,000-ഉം കമ്പയർ ചെയ്യുന്നു. അപ്പോൾ 13,000 ആണ് കൂടുതലുള്ള ഗ്രോസ് ആനുവൽ വാല്യൂ. 13,000 മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 1,400 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ആനുവൽ വാല്യൂ 11,600. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കേസിലേക്ക് പോകാം. അടുത്ത കേസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഇൻ കേസ് ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് റിമൈനിങ് വാക്കന്റ് ആണ്. ഹൗസ് പ്രോപ്പർട്ടി ഈസ്
let out house property is remaining vacant in the previous year. Previous year il nam let out ചെയ്യുന്ന house property previous year whole year vacant ആയിട്ട് കിടന്നു, വാടകയ്ക്കൊന്നും കൊടുക്കാൻ പറ്റാതെ വെറുതെ vacant ആയിട്ട് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു house property. ആരും ഇല്ല, വാടകക്കാരും വന്നില്ല, ഒഴിഞ്ഞു കിടക്കുക. അങ്ങനെ whole year 12 മാസവും പ്രീവിയസ് ഇയറിലുള്ള 12 മാസവും ഹൗസ് പ്രോപ്പർട്ടി വാടകയ്ക്കൊന്നും കൊടുക്കാതെ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്, ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ്. ഓക്കെ, ഇനി അതല്ല, ഇഫ് ദി ഹൗസ് പ്രോപ്പർട്ടി ഈസ് വേക്കൻറ്റ് ഓൺലി ഫോർ പാർട്ട് ഓഫ് ദി പ്രീവിയസ് ഇയർ, പ്രീവിയസ് ഇയറിൻ്റെ ഒരു നിശ്ചിത പീരീഡിലേക്ക് മാത്രമാണ് ഹൗസ് പ്രോപ്പർട്ടി വേക്കൻ്റ് ആയിട്ട് കിടന്നത് എങ്കിൽ എങ്ങനെയാണ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുക? നോക്കൂ, ഇഫ് ദി ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഫോർ ലെറ്റ് ഔട്ട് പീരീഡ് ഈസ് മോർ ദാൻ ദി എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ, ദി ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ വിൽ ബി ദി ഗ്രോസ് ആനുവൽ വാല്യൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കിട്ടേണ്ട റെന്റ് എന്ന് പറയുന്നത് ലെറ്റ് ഔട്ട് പീരീഡിലേക്ക് ഉള്ള റെന്റ് എന്ന് പറയുന്നത് is more than the expected rental value. And expected rental value നേക്കാളും കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ actual rent കൂടുതലുള്ള actual rent received or receivable will be the gross annual value. Okay, and if actual rent received or receivable for let out period is less than the expected rental value owing to such vacancy, then actual rent received or receivable will be the gross annual value. എന്താ പറഞ്ഞിരിക്കുന്നത്? Actual rent received or receivable for let out period is less than the expected rental value due to vacancy. വാക്കൻസിയുടെ ഫലമായിട്ടായിരിക്കണം, വാക്കൻസിയുടെ ഫലമായിട്ട് ആക്ച്വൽ റെന്റൽ വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ is less than the expected rental value. Expected rental value നേക്കാളും കുറഞ്ഞു പോയി ആക്ച്വൽ റെന്റ്. കുറഞ്ഞു പോകാനുള്ള കാരണം എന്താണ്? എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂനേക്കാളും ആക്ച്വൽ റെന്റ് കുറഞ്ഞു പോകാനുള്ള കാരണം എന്താണ്? വേക്കൻ്റ് ആയതുകൊണ്ടാണ്. അങ്ങനെ വേക്കൻസി വന്ന കാരണത്താൽ ആക്ച്വൽ റെന്റൽ വാല്യൂ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂനേക്കാളും കുറഞ്ഞു പോയി എങ്കിൽ ലെറ്റ് ഔട്ട് പീരീഡിലേക്കുള്ള ആക്ച്വൽ റെന്റൽ വാല്യൂ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂനേക്കാളും കുറഞ്ഞു പോയി വേക്കൻസി കാരണം. അങ്ങനെയാണെങ്കിലും ദി ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ വിൽ ബി ദി ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ, ഇതാണ് ആ റൂള്. നമുക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. ഡിറ്റർമിൻ ദി ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് ഇൻ ദി ഫോളോയിങ് കേസസ്. എക്സ്പെക്റ്റഡ് റെന്റ് മീൻസ് ERV എന്ന് നമ്മൾ പറയുന്ന എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ 1 lakh. House let out at the rate of rupees 10,000 per month. House tax paid by the owner 9,000, that is 10% of municipal value. Okay, then house remains vacant for first case 1 month, second case 3 months. അപ്പോൾ രണ്ട് കേസാണ് ഇവിടെ ഉള്ളത്. ഹൗസ് പ്രോപ്പർട്ടി ഫസ്റ്റ് കേസിൽ 1 month പീരീഡിൽ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നു, സെക്കൻഡ് കേസിൽ 3 months പീരീഡിലേക്ക് വേക്കൻ്റ് ആയി കിടക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ആദ്യം എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടത് എന്തൊക്കെയാണ്? എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ആക്ച്വൽ റെന്റും ആണ് കമ്പയർ ചെയ്യേണ്ടത്. നോക്കൂ, ഇവിടെ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ 1 lakh ആണ്. ആക്ച്വൽ റെന്റ് എത്രയാണ് വരിക? ഫസ്റ്റ് കേസിൽ 1 month പീരീഡ് ആണ് വേക്കൻസി ഉള്ളത്, വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന 1 month ആണ്. അപ്പോൾ 11 month പീരീഡിൽ ആ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 11 months into 10,000 പെർ മന്ത് ആണ്. അപ്പോൾ 10,000 into 11 എത്രയാ വരിക? 1,10,000 ആണ്. ആക്ച്വൽ റെന്റ് റിസീവ്ഡ് 1,10,000 ആണ്. എന്തായിരുന്നു നമ്മളുടെ റൂള്? ഇഫ് actual rent received or receivable for the let out period is more than the expected rental value, then the actual rent received or receivable will be the gross annual value. അപ്പോൾ ഇവിടെ actual rent received ആണല്ലോ കൂടുതലുള്ളത്, 10,000 into 11, അപ്പോൾ 1,10,000. This 1,10,000 is more than the expected rental value of 1 lakh. അതുകൊണ്ട് തന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ 1,10,000 ആണ്. മുനിസിപ്പൽ ടാക്സ് 9,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1,01,000 ആണ് നെറ്റ് ആനുവൽ വാല്യൂ. ഓക്കെ,
ഇനി 3 months പീരീഡിലേക്കാണ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന 3 months പീരീഡിലേക്കാണ് എങ്കിൽ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ നോക്കൂ. എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ 1 lakh തന്നെ. ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഫോർ ലെറ്റ് ഔട്ട് പീരീഡ് എത്രയാണ് വരിക? 3 months പീരീഡ് വേക്കൻ്റ് ആണ്. അപ്പോൾ ബാക്കി എത്രയുണ്ടാവും? 9 months പീരീഡ് ഉണ്ടാവും. 9 months പീരീഡിലേക്ക് 10,000 പെർ മന്ത് തോതിൽ 90,000 ആണ് നമുക്ക് ആക്ച്വൽ റെന്റ് റിസീവ്ഡ് വരിക. ഇങ്ങനെ ആക്ച്വൽ റെന്റ് റിസീവ്ഡ് 90,000 വന്നു. ആക്ച്വൽ റെന്റ് എത്രയാണ്? 90,000. ആക്ച്വൽ റെന്റ് 90,000 ആകാനുള്ള കാരണം, അതായത് ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂനേക്കാളും കുറഞ്ഞല്ലോ. എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ 1 lakh ആണ്. ആക്ച്വൽ റെന്റ് 90,000 ആണ്. ആക്ച്വൽ റെന്റ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂനേക്കാളും കുറയാനുള്ള ഒരേ ഒരു കാരണം എന്താണ്? വേക്കൻ്റ് 3 മാസക്കാലത്തേക്ക് വേക്കൻ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ here actual rent received by the owner is for the let out period is less than the expected rental value due to the vacancy. Okay, അങ്ങനെ വേക്കൻസി കാരണത്താൽ ഹൗസ് പ്രോപ്പർട്ടി വേക്കൻ്റ് ആയി കിടന്നു എന്ന കാരണത്താൽ actual rent received for let out period is less than the expected rental value, then the actual rent received will be the gross annual value. അപ്പോൾ ഇവിടെ 90,000 ആണ് gross annual value വരും. ഓക്കെ, മുനിസിപ്പൽ ടാക്സ് എത്രയാണ്? 9,000 ആണ്. അപ്പോൾ 81,000 ആണ് നെറ്റ് ആനുവൽ വാല്യൂ വരിക. ഓക്കെ, ഈ കേസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത കേസ് ഒന്ന് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് കൺസ്ട്രക്റ്റഡ് ഇൻ ദി പ്രീവിയസ് ഇയർ ആൻഡ് വാക്കന്റ് ഫോർ സർട്ടൻ പീരീഡ്. അപ്പോൾ കൺസ്ട്രക്റ്റഡ് ഇൻ ദി പ്രീവിയസ് ഇയർ നമ്മൾ ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യത്തെ കേസ് അതായിരുന്നു പഠിച്ചത്. വാക്കന്റ് ഫോർ സർട്ടൻ പീരീഡും നമ്മൾ ഇന്ന് തന്നെ പഠിക്കേണ്ടത്. ഈ രണ്ട് കേസും വരുന്നതാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇഫ് ദി ഹൗസ് പ്രോപ്പർട്ടി is constructed in the previous year, while computing the expected rental value we have to find the expected rental value for the period for which the house property is in existence during the previous year. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്, ശരിയല്ലേ? കൺസ്ട്രക്ഷൻ പൂർത്തിയാകുന്നത് പ്രീവിയസ് ഇയറിലാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഹൗസ് പ്രോപ്പർട്ടി എത്ര മാസക്കാലം നിലവിലുണ്ട്, ആ ഹൗസ് പ്രോപ്പർട്ടി നിലവിലുള്ള കാലയളവിലേക്ക് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഫൈൻഡ് ദി എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ഫോർ ദി പീരീഡ് ഫോർ വിച്ച് ദി ഹൗസ് ഈസ് ഇൻ എക്സിസ്റ്റൻസ് ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. അത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ, നമ്മൾ ആക്ച്വൽ റെന്റ് കണ്ടുപിടിക്കുമല്ലോ. ആക്ച്വൽ റെന്റ് ഫോർ ലെറ്റ് ഔട്ട് പീരീഡ് കണ്ടുപിടിക്കും. അപ്പൊ ആ ലെറ്റ് ഔട്ട് പീരീഡിലേക്ക് കിട്ടിയിട്ടുള്ള ആക്ച്വൽ റെന്റും ഈ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ആണ് കമ്പയർ ചെയ്യേണ്ടത്. എന്നിട്ട് ഇഫ് ദി ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഫോർ ലെറ്റ് ഔട്ട് പീരീഡ് ഈസ് മോർ ദാൻ ദി എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ, നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ വിൽ ബി ദി ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂനേക്കാളും ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഫോർ ലെറ്റ് ഔട്ട് പീരീഡ് ഈസ് മോർ. അങ്ങനെയാവുമ്പോൾ ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ആണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ വരുന്നത്. ഇനി if actual rent received or receivable for let out period is less than the expected rental value owing to vacancy, the actual rent received or receivable will be the gross annual value. ഇത് രണ്ടും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ രണ്ട് കേസും ഒന്നിച്ചാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. Compute annual value of house property. MRV 60,000 per annum, FRV 66,000 per annum, SRV 63,000 per annum, ARV rupees 6,000 per month. The date of completion of house construction is 31st May 2019. Date of letting 1st October 2019. ഇതാണ് കേസ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നു എന്നാണ് ഹൗസ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. 31st May 2019 ആണ്. ഓക്കെ, അപ്പം മെയ് 31 കൺസ്ട്രക്ഷൻ പൂർത്തിയായി.
ജൂണും കഴിഞ്ഞു, ജൂലൈയും കഴിഞ്ഞു, ഓഗസ്റ്റ് 1-നാണ് ലെറ്റ് ഔട്ട് ചെയ്യുന്നത്, വാടകയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ പ്രീവിയസ് ഇയറിൽ നടന്നു, അതിനുശേഷം കൺസ്ട്രക്ഷൻ നടന്നതിന് ശേഷവും 2 മാസക്കാലം ജൂണും ജൂലൈയും 2 മാസത്തോളം വേക്കൻ്റ് ആയിട്ടും കിടന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ കൺസ്ട്രക്ഷൻ പൂർത്തിയായി ഹൗസ് എത്ര കാലമാണോ പ്രീവിയസ് ഇയറിൽ നിലനിൽക്കുന്നത് ആ പീരീഡിലേക്കുള്ള എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ ആദ്യം ഇവിടെ തന്നിട്ടുള്ള ഡാറ്റ വെച്ച് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ കണ്ടുപിടിക്കുക. MRV, FRV whichever is higher must be taken. അപ്പോൾ 66,000 നമ്മൾ എടുക്കുന്നു. സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ ഉണ്ട് 63,000 ആണ്. അപ്പോൾ അതിനേക്കാളും കൂടുതലാകാൻ പാടില്ലല്ലോ, അതിൽ ലിമിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 66,000 എടുത്തെങ്കിലും സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ 63 ആയതുകൊണ്ട് whichever is less ആണ് എടുക്കേണ്ടത്. അപ്പോൾ 63,000 ആണ് എടുക്കുന്നത്. 63,000 ആണ് നമ്മുടെ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. ഈ 63,000 എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ്. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഹൗസ് പ്രോപ്പർട്ടി നിലനിൽക്കുന്ന കാലയളവിലേക്ക് റെഡ്യൂസ് ചെയ്ത് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ എന്നാണ് കൺസ്ട്രക്ഷൻ പൂർത്തിയാവുന്നത്? മെയ് 31-നാണ്. അപ്പോൾ മെയ് 31-ന് ശേഷം അടുത്ത മാർച്ച് 31 വരെ. മെയ് കഴിഞ്ഞ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 10 months പീരീഡ് ആണ്. ഈ 10 months പീരീഡിലെ ഹൗസ് പ്രോപ്പർട്ടി പ്രീവിയസ് ഇയറിൽ നിലവിലുള്ളത്. ആ നിലവിലുള്ള പ്രീവിയസ് പീരീഡിലുള്ള 10 months പീരീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എത്രയായിരുന്നു നേരത്തെ വന്നത്? 63,000 ആണ്. ഇത് 12 മാസ കാലയളവിലേക്കാണ്. അപ്പോൾ ദിസ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ മസ്റ്റ് ബി റെഡ്യൂസ്ഡ് ടു ദി പീരീഡ് ഫോർ വിച്ച് ദി ഹൗസ് പ്രോപ്പർട്ടി ഈസ് ഇൻ എക്സിസ്റ്റൻസ്. അപ്പോൾ 10 months പീരീഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 63,000 × 10/12 അപ്പോൾ 52,500 ആണ് വരിക. ഈ 52,500 ആണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് ഔട്ട് പീരീഡിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ആക്ച്വൽ റെന്റ് പരിഗണിക്കുക. അതുമായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യേണ്ടത്. ഇത് 10 months പീരീഡിലേക്കുള്ള ആക്ച്വൽ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ആണ്. ഓക്കെ, എന്നാൽ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് 8 months പീരീഡിലേക്കാണ്. ആ ലെറ്റ് ഔട്ട് പീരീഡിലേക്കുള്ള ആക്ച്വൽ റെന്റ് റിസീവ്ഡ് എത്രയാണ്? 48,000 ആണ്. അപ്പോൾ ഈ 48,000 ഇതും തമ്മിൽ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് ഈ 48,000 ആയത് എന്തുകൊണ്ടാണ്? 52,500 എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ആണ്. നമ്മുടെ ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഫോർ ലെറ്റ് ഔട്ട് പീരീഡ് 48,000 ആയത് കാരണം എന്താണ്? എന്താ കാരണം? നമ്മൾ വേക്കൻ്റ് ആയി, 2 മാസ കാലയളവിൽ വേക്കൻ്റ് ആയി എന്നുള്ളതാണ്. കൺസ്ട്രക്ഷൻ നടന്നു മെയ്യിൽ, ജൂൺ ജൂലൈയും കഴിഞ്ഞ് അടുത്ത ഓഗസ്റ്റ് 1-ലാണ് ലെറ്റ് ഔട്ട് ചെയ്യുന്നത്. 2 മാസം വേക്കൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ആക്ച്വൽ റെന്റ് റിസീവ്ഡ് കുറഞ്ഞു പോയത്. ഈ 2 മാസം കൂടെ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇത് എന്താകുമായിരുന്നു? ഒരു മാസത്തേക്ക് 6,000 തോതിൽ 12,000 രൂപ വർദ്ധിക്കുകയായിരുന്നു. അപ്പോൾ 58,000-60,000 രൂപയോളം എത്തുമായിരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ആക്ച്വൽ റെൻ്റൽ വാല്യൂ റിസീവ്ഡ്, ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഫോർ ലെറ്റ് ഔട്ട് പീരീഡ് ഈസ് ലെസ് ദാൻ ദി എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ഓയിങ് ടു വേക്കൻസി. അങ്ങനെയാകുമ്പോൾ ഈ ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ആണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. അതാണ് 48,000. ഓക്കെ, അപ്പോൾ ഇവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ റെൻ്റൽ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂവിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കുറയാനുള്ള കാരണം എന്തായിരിക്കണം? വേക്കൻസി സംഭവിച്ചതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് എടുക്കുകയുള്ളൂ. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ഒരു കേസ് നോക്കാം. മറ്റൊരു കേസ് എന്താണ്? കേസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് ആണ്. ലെറ്റ് ഔട്ട് ഹൗസ് നോട്ട് വേക്കൻറ്റ്, ലെറ്റ് ഔട്ട് ഹൗസ് നോട്ട് വേക്കൻറ്റ് ബട്ട് ദർ ഈസ് അൺറിയലൈസ്ഡ് റെന്റ്. അതാണ് സിറ്റുവേഷൻ. ഓക്കെ, എന്താണ്? ഹൗസ് ലെറ്റ് ഔട്ട് ആണ് ബട്ട് നോട്ട് വേക്കൻറ്റ്.
വേക്കൻ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഹൗസ് ഈസ് ലെറ്റ് ഔട്ട് ഫോർ ദി ഹോൾ 12 months പീരീഡ് ഓഫ് ദി പ്രീവിയസ് ഇയർ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ട്. അൺറിയലൈസ്ഡ് റെന്റ് വന്നിട്ടുണ്ട്, അതായത് ടെനന്റിൽ നിന്ന് നമുക്ക് റെന്റ് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിൽ ആനുവൽ വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫൈൻഡ് ദി ഗ്രോസ് ആനുവൽ വാല്യൂ. സാധാരണ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ആദ്യമേ പഠിച്ചിട്ടുണ്ട്. ഹോൾ ഇയറിലേക്ക് ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അങ്ങനെ ഹോൾ ഇയറിലേക്ക് ലെറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഗ്രോസ് ആനുവൽ വാല്യൂ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ, വിച്ച് എവർ ഈസ് മോർ. ഓക്കെ, ആ കൂടുതലുള്ളത് ഏതാണോ അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഇനി ആ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിച്ച ശേഷം നമുക്കറിയാം മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം ദി ഗ്രോസ് ആനുവൽ വാല്യൂ. ആ മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കാവുന്നതാണ്. അതുപോലെ മുനിസിപ്പൽ ടാക്സ് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് കുറയ്ക്കുന്നത് പോലെ തന്നെ അൺറിയലൈസ്ഡ് റെന്റും അങ്ങ് കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഇതേയുള്ളൂ ഈ ഒരു കേസിൽ, ഓർക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഹിയർ ദി ഹൗസ് പ്രോപ്പർട്ടി ഈസ് ലെറ്റ് ഔട്ട് ഫോർ ദി ഹോൾ ഇയർ. ഓക്കെ, and GAV is equal to expected rental value or actual rental value whichever is higher. ഏതാണോ കൂടുതലുള്ളത് അതെടുക്കുക. അങ്ങനെ ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ സാധാരണ മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യാറുണ്ട്, എന്നിട്ട് നെറ്റ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാറുണ്ട്. മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യുന്നത് പോലെ അൺറിയലൈസ്ഡ് റെന്റും ലെസ് ചെയ്യാവുന്നതാണ്. അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെനന്റിൽ നിന്ന് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണർക്ക് വീണ്ടെടുക്കാൻ കഴിയാത്ത, റിയലൈസ് ചെയ്യാൻ പറ്റാത്ത റെന്റ്. ആ റെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യുന്നത് പോലെ തന്നെ ഈ അൺറിയലൈസ്ഡ് റെന്റും ലെസ് ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കേണ്ടത്. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, അൺറിയലൈസ്ഡ് റെന്റ് നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ആ ഡിഡക്ഷൻ ലഭിക്കണമെങ്കിൽ the conditions mentioned in the rule 4 must be satisfied. Rule 4 income tax rulesil 4 rule 4 പറഞ്ഞിട്ടുള്ള ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അൺറിയലൈസ്ഡ് റെന്റ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അൺറിയലൈസ്ഡ് ആണെങ്കിലും നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായാലും മുനിസിപ്പൽ ടാക്സ് മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്തൊക്കെയാണ് അൺറിയലൈസ്ഡ് റെന്റ് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ റൂൾ 4 പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ടു അവൈൽ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് അൺറിയലൈസ്ഡ് റെന്റ്. ഫസ്റ്റ് വൺ, ദി ടെനൻസി ഈസ് ജെന്യുവിൻ ഓർ ബോണഫൈഡ്. നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ, ടെനൻസി എഗ്രിമെന്റ്, അത് ജെന്യൂൻ ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം. ഓക്കെ. സെക്കൻഡ് വൺ, ദി ഡീഫോൾട്ടിംഗ് ടെനന്റ് ഹാസ് വെക്കേറ്റഡ് ദി ബിൽഡിംഗ് ഓർ adequate steps have been taken to compel him to vacate the property. എന്താണ്, ടെനന്റ് ഈ ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് വെക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ദി ഓണർ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി മസ്റ്റ് ടേക്ക് സം actions to compel him to vacate the property. ആ പ്രോപ്പർട്ടി വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ കമ്പൽ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടാവണം നിർബന്ധമായിട്ട്. തേർഡ്, ദി defaulting tenant is not occupying any other property of the assessee. അസസിയുടെ മറ്റൊരു പ്രോപ്പർട്ടിയും തന്നെ, ഒരു പ്രോപ്പർട്ടിയും ഒരു ഹൗസ് പ്രോപ്പർട്ടിയും ഈ ഡീഫോൾട്ട് വരുത്തിയിട്ടുള്ള ടെനന്റ് ഒക്യുപ്പൈ ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് മൂന്ന്. ഇനി നാലാമത്തെ കണ്ടീഷൻ എന്താണ്? ദി അസസി ഹാസ് ടേക്കൺ സഫിഷ്യന്റ് സ്റ്റെപ്സ് ടു ലീഗലി പ്രൊസീഡ് അഗൈൻസ്റ്റ് ദി ഡീഫോൾട്ടിംഗ് ടെനന്റ് ടു റിക്കവർ ദി റെന്റ് വിച്ച് കുഡ് നോട്ട് ബി റിയലൈസ്ഡ് ഓർ ഹി കുഡ് കൺവിൻസ് ദി അസസിംഗ് ഓഫീസർ ദാറ്റ് സച്ച് സ്റ്റെപ്സ് വുഡ് ബി ഫ്യൂട്ടൈൽ. എന്താ അവസാനത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? ഈ അൺറിയലൈസ്ഡ് ആയിട്ടുള്ള റെന്റ് അല്ലെങ്കിൽ ഡീഫോൾട്ട് വരുത്തിയിട്ടുള്ള ആ ടെനന്റിൽ നിന്നും കിട്ടാനുള്ള
റെന്റ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ലീഗൽ ആക്ഷൻസും അസസി കൈക്കൊണ്ടിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അങ്ങനെ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ അത് കൈക്കൊള്ളാതിരുന്നത് അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് അസസിങ് ഓഫീസറെ ബോധ്യപ്പെടുത്താൻ ഈ ഓണർക്ക്, അസസിക്ക് അല്ലെങ്കിൽ ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണർക്ക് സാധിക്കണം. ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അൺറിയലൈസ്ഡ് റെന്റ് എമൗണ്ട് ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. നമുക്കത് മനസ്സിലാക്കാൻ ഒരു പ്രോബ്ലം നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ദി ആനുവൽ വാല്യൂ ഓഫ് ദി ഹൗസ്. Municipal value 1,50,000, fair rent 1,80,000, standard rent 1,60,000, actual rent 20,000 per month, municipal tax paid by owner 20% of MV എന്ന് പറഞ്ഞ municipal valuation. Unrealized rent 40,000. Conditions of rule 4 are satisfied. Okay, നമുക്കറിയാം അൺറിയലൈസ്ഡ് റെന്റിന്റെ കേസ് എന്താണ് എന്ന്. ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് അൺറിയലൈസ്ഡ് റെന്റ് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. കാരണം all the conditions mentioned in the rule 4 are satisfied. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാം. ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് മുനിസിപ്പൽ വാല്യൂം ഫെയർ റെന്റും കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ഹയർ മസ്റ്റ് ബി ടേക്കൺ. ഇപ്പോൾ 1,50,000 1,80,000 ഏതാ കൂടുതലുള്ളത്? 1,80,000. 1,80,000 എടുത്തു. ആ കൂടുതലുള്ള 1,80,000 സ്റ്റാൻഡേർഡ് റെന്റും തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ 1,80,000 1,60,000 കമ്പയർ ചെയ്ത് കുറവുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ 1,60,000 എടുത്തു. ഈ 1,60,000 ആണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ. ഇനി നോക്കൂ, ആക്ച്വൽ റെന്റ് എത്രയാ? 20,000 പെർ മന്ത് ആണ്. 20,000 പെർ മന്ത്. അപ്പോൾ ഒരു വർഷത്തേക്ക് ആക്ച്വൽ റെന്റ് എത്രയാണ് വരിക? ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 2,40,000 വരും. അപ്പോൾ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ 1,60,000, ആക്ച്വൽ റെന്റ് 2,40,000. ഓക്കെ, വിച്ച് എവർ ഈസ് ഹയർ മസ്റ്റ് ബി ടേക്കൺ ആസ് ദി ഗ്രോസ് ആനുവൽ വാല്യൂ. ഇതിൽ കൂടുതലുള്ളതാണ് 2,40,000, അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഈ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണർ 20% ഓഫ് MV ആണ്. അപ്പോൾ 1,50,000 20% എന്ന് പറയുമ്പോൾ 30,000. ആ 30,000 അതുപോലെ അൺറിയലൈസ്ഡ് റെന്റ് 40,000, 70,000 ലെസ് ചെയ്യാം. 1,70,000 ആണ് നെറ്റ് ആനുവൽ വാല്യൂ വരും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പുതിയൊരു കേസാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ്. അത് തന്നെ എന്താണ് കേസ്? ഏതാണ്? വേക്കൻറ്റ് ഫോർ പാർട്ട് ഓഫ് ദി പ്രീവിയസ് ഇയർ ആൻഡ് അൺറിയലൈസ്ഡ് റെന്റ്. ഇത് വേക്കൻറ്റ് ഫോർ പാർട്ട് ഓഫ് ദി പ്രീവിയസ് ഇയർ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ്. അതുപോലെ ഇതാ ഇപ്പോൾ അൺറിയലൈസ്ഡ് റെന്റിന്റെ കേസും പഠിച്ചു. ഇവിടെ ഇത് രണ്ടും കൂടെ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത, ഈ ഒരു കേസിന്റെ പ്രത്യേകത. നമുക്ക് അതുകൊണ്ട് തന്നെ ഞാൻ പ്രൊസീജിയർ എന്താണെന്നൊന്നും പറയുന്നില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞത് കൊണ്ട് നമുക്ക് നേരിട്ടൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എങ്കിലും ഒന്ന് ഓർക്കുക, വേക്കൻറ്റ് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ. വേക്കൻറ്റ് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ എന്തായിരുന്നു ആ റൂള്? ഇഫ് ദി ഹൗസ് പ്രോപ്പർട്ടി ഈസ് വേക്കൻറ്റ് ഫോർ ഹോൾ ഇയർ, എന്താണ്? ദി ഗ്രോസ് ആനുവൽ വാല്യൂ വിൽ ബി നിൽ. പ്രീവിയസ് ഇയറിൽ 12 മാസക്കാലവും ഹൗസ് പ്രോപ്പർട്ടി വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ എന്തായിരുന്നു? ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിട്ട് എടുക്കണം. അതാണ് അതിൻ്റെ ഒരു. ഇനി പാർട്ട് ഓഫ് ദി ഇയർ ആകുന്ന സമയത്ത്, വേക്കൻറ്റ് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ, പാർട്ട് ഓഫ് ദി ഇയർ ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഫോർ ലെറ്റ് ഔട്ട് പീരീഡ് മസ്റ്റ് ബി കമ്പ്യൂട്ടഡ്. അതിനുശേഷം ലെറ്റ് ഔട്ട് പീരീഡിലേക്ക് നമുക്ക് കിട്ടാനുള്ള റെന്റ് കണ്ടുപിടിച്ച ശേഷം, ഇഫ് ദിസ് ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഈസ് മോർ ദാൻ ദി എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ, then the actual rent received will be the gross annual value. Okay, clear? ഇനി നേരെ തിരിച്ചാണെങ്കിലോ, if the actual rent received or receivable is less than the expected rental value owing to vacancy, due to vacancy, then the actual rent received or receivable will be the gross annual value. അതാണ് നമ്മൾ vacant for part of the year, പാർട്ട് ഓഫ് ദി പ്രീവിയസ് ഇയർ എന്നുള്ള ആ റൂൾ. ഇനി അൺറിയലൈസ്ഡ് റെന്റ് എന്തായിരുന്നു? അൺറിയലൈസ്ഡ് റെന്റ് ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം ഗ്രോസ് ആനുവൽ വാല്യൂ സബ്ജക്ട് ടു
the conditions mentioned in the rule 4. Rule 4 ൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാവുന്നതാണ് അൺറിയലൈസ്ഡ് റെന്റ് മുനിസിപ്പൽ ടാക്സ് പോലെ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കമ്പ്യൂട്ട് ആനുവൽ വാല്യൂ MRV rupees 2 lakh, SR എന്ന് പറഞ്ഞാൽ SRV സ്റ്റാൻഡേർഡ് റെന്റ് 2,50,000, ആക്ച്വൽ റെന്റ് rupees 30,000 per month, fair rental value 1,80,000. Building remained vacant for 2 months during the previous year. Unrealized rent rupees 30,000. Conditions of rule 4 are satisfied. Municipal tax paid by owner rupees 15,000 and paid by tenant rupees 18,000. Okay, question clear ആയല്ലോ. ആദ്യം നമുക്ക് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കാം. എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ കണ്ടുപിടിക്കാൻ MRVയും FRVയും കമ്പയർ ചെയ്തിട്ട് ഏതാ കൂടുതലുള്ളത് എടുക്കണം. അപ്പോൾ കൂടുതലുള്ളത് 2 lakh ആണ്. ഈ 2 lakhും സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂവും കമ്പയർ ചെയ്തിട്ട് കുറവുള്ളത് എടുക്കണം. അപ്പോൾ 2 lakhും 2,50,000 കമ്പയർ ചെയ്ത് 2 lakh. ഈ 2 lakh ആണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ എന്ന് പറയുന്നത്, ERV എന്ന് പറയുന്നത്. നോക്കൂ, ERV 2 lakh ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ആക്ച്വൽ റെന്റ് ഫോർ ലെറ്റ് ഔട്ട് പീരീഡ് കണ്ടുപിടിക്കുക. ആക്ച്വൽ റെന്റ് എത്രയാ? 30,000 പെർ മന്ത്. അപ്പോൾ ബിൽഡിംഗ് റിമെയിൻ വാക്കന്റ് ഫോർ 2 months. അപ്പോൾ ലെറ്റ് ഔട്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ 10 months ആണ്. 10 months പീരീഡിലേക്ക് 30,000 പെർ മന്ത് തോതിൽ 3 lakh ആണ് ആക്ച്വൽ റെന്റ് റിസീവ്ഡ്. 30,000 into 3 lakh ആണ് ആക്ച്വൽ റെന്റ് റിസീവ്ഡ്. ഓക്കെ, ഈ ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഫോർ let out period is more than the expected rental value. അങ്ങനെയാണെങ്കിൽ ഈ ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ. അതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഗ്രോസ് ആനുവൽ വാല്യൂ 3 lakh. ഈ 3 lakhൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ ക്യാൻ ബി ഡിഡക്റ്റഡ്. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണർ 15,000. ടെനന്റ് പേ ചെയ്തിട്ടുള്ളത് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 15,000 ഡിഡക്ട് ചെയ്യുന്നു. പിന്നെ എന്താണ് പറഞ്ഞത്? അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ട് 30,000. കണ്ടീഷൻസ് ഓഫ് റൂൾ 4 ആർ സാറ്റിസ്ഫൈഡ്. ഓക്കെ, അപ്പോൾ ഈ അൺറിയലൈസ്ഡ് റെന്റ് ആയിട്ടുള്ള 30,000ഉം മുനിസിപ്പൽ ടാക്സ് ഡിഡക്ട് ചെയ്യുന്നത് പോലെ ഡിഡക്ട് ചെയ്യാം. അങ്ങനെ മൊത്തം 45,000 സബ്ട്രാക്ട് ചെയ്യുന്നു. നെറ്റ് ആനുവൽ വാല്യൂ 2,55,000 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5 കേസസ് ഓരോ ഇല്ലസ്ട്രേഷൻ ലൂടെ നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഓക്കെ, താങ്ക് യു.